മലയാളികളുടെ ഇഷ്ടകേന്ദ്രമായി മാറുകയാണ് തമിഴ്നാട് അതിർത്തി ഗ്രാമങ്ങളിലെ മുന്തിരിത്തോപ്പുകൾ. ഇടുക്കിയുടെ കാഴ്ചകൾ തേടിയെത്തുന്ന സഞ്ചാരികൾ മുന്തിരിപ്പാടവും സന്ദർശിച്ചാണ് മടങ്ങുക. തമിഴ്നാട്ടിൽ ഇപ്പോൾ മുന്തിരിയുടെ പ്രധാന വിളവെടുപ്പ് കാലമാണ്. അതിർത്തി പട്ടണമായ കമ്പത്തോട് ചേർന്ന് കിടക്കുന്ന ഗൂഡല്ലൂരും ചുരുളിപ്പെട്ടിയും KK-പെട്ടിയും തേവർപ്പെട്ടിയുമൊക്കെ മുന്തിരി കൃഷിക്ക് പ്രശസ്തമാണ്. കിലോമീറ്ററുകളോളം ദൂരത്തിൽ പന്തൽ വിരിച്ചു നിർത്തിയിരിക്കുന്ന മുന്തിരിത്തോപ്പുകളുടെ കാഴ്ചയാണ് എങ്ങും. വർഷത്തിൽ 4 തവണയാണ് മുന്തിരിയുടെ വിളവെടുപ്പ്. ഒക്ടോബർ മുതൽ ഡിസംബർ വരെയാണ് പ്രധാന വിളവെടുപ്പ് കാലം. പ്രധാന സീസണിലല്ലാതെയും വർഷം മുഴുവൻ വിളവ് ലഭിക്കുന്ന രീതിയിലാണ് ഇവിടെ കൃഷി പരിപാലിക്കുന്നത്. ഇവിടെ இது மீண்டும் அளவுக்கு பழுக்கு உண்டாகணும்னா ஒரு 50,000 கழிஞ்சா தான் இது மீண்டும் அளவுக்கு அவ்வளோ மாதிரி கருப்பு உண்டாகும். இப்போதைக்கு கிரீனாகத்தே இருக்கும். 1000 கழியணும். 50,000 கழிஞ்சா தான் இது வரும். இந்த குலை ஒன்று இறக்கி கட்டினா தான் அதை கட்டிங் எடுக்கிறதுக்கு கட் பண்ணுறதுக்கு ஒரு இதாக இருக்குது. அதனால தான் இதை இறக்கி கட்டிக்கிட்டு. മുന്തിരിപ്പാടങ്ങളുടെ കാഴ്ചകൾ തേടി കമ്പത്തേക്കെത്തുന്ന സഞ്ചാരികളിൽ ഏറിയ പങ്കും മലയാളികളാണ്. കേരളത്തിൽ അവധിയാണെങ്കിൽ മുന്തിരിപ്പാടങ്ങൾ സഞ്ചാരികളെ കൊണ്ട് നിറയും. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ട്രാവൽ ചെയ്ത് വന്നപ്പോൾ ജസ്റ്റ് കയറിയതാണ്. അപ്പോൾ അതെ മുന്തിരികളെല്ലാം വിളഞ്ഞു കിടക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഇവിടെ ആൾക്കാരൊക്കെ നല്ല കോപ്പറേറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ വന്നുടനെ വന്ന് കയറി കണ്ടോളാൻ പറഞ്ഞു. അപ്പം ഇതുവഴി തേനി കമ്പമൊക്കെ പോകുന്നവർക്ക് ജസ്റ്റ് കയറി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. ഓണാവധി പിന്നിട്ടെങ്കിലും ഇപ്പോഴും മലയാളികൾ ധാരാളമായി എത്തുന്നുണ്ട്. വിളവെടുപ്പ് കാലമായതിനാൽ അവധി ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കും. മുന്തിരിത്തോപ്പുകളുടെ കാഴ്ച ആസ്വദിക്കുന്നതിനൊപ്പം മുന്തിരി വാങ്ങുന്നതിനും തോട്ടങ്ങളിൽ അവസരമൊരുക്കിയിട്ടുണ്ട്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.